ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മളിവിടെ ഹോട്ടൽ കവലശ്ശമാരിനോട് പുറത്തെത്തിയിട്ടുണ്ട്. ചെറിയൊന്ന് വോക്കിങ്ങിന് പോകാൻ വേണ്ടിയാണ്. വൈകുന്നേര സമയമാണ്. സൂര്യൻ ഏകദേശം അസ്തമിച്ച് തുടങ്ങി. ഓക്കെ, കടലിൻ്റെ ഓപ്പോസിറ്റാണ്, സൈഡിൽ തന്നെയുള്ള ഹോട്ടലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഹോട്ടൽ എന്തായാലും ചെറിയൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഓക്കെ, എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. എൻ്റെ പൊന്നോ, പോളി വ്യൂ എന്ന് പറഞ്ഞാൽ പോളി വ്യൂ. കടലിൻ്റെ എത്ര ശാന്തമായ കടലാന്ന് നോക്കി. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ്. അതേ രീതിയിലുള്ള വ്യൂ. ഹോട്ടലിൻ്റെ തന്നെ സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. നമ്മുടെ ഹോട്ടലാണ് ഈ പുറകെ കാണുന്ന 6 നില കെട്ടിടം. പിന്നെ അവരുടെ തന്നെ സീ ഫുഡ് ബാർ ആൻഡ് ഗ്രില്ലാണ് ഈ സൈഡിൽ കാണുന്നത്. ഹായ്, എൻ്റെ പേര് വില്യം. ട്രിവാൻഡ്രത്തു നിന്നാണ്. അസിസ്റ്റൻറ്റ് ബാർട്ടൻഡറാണ്. കോസ്റ്റയിൽ വർക്ക് ചെയ്യുന്നു. 6-7 വർഷമായി. അപ്പം നമ്മളിപ്പോൾ കോവിഡൊക്കെ കാരണം കുറച്ചൊക്കെ എന്താ പറയുക, ഇവിടെ ഐസൊലേഷനാണ്. എന്നാലും വെളിയിൽ ഇറങ്ങി, അത് വേറെ കാര്യം. പിന്നെ നല്ല ക്ലൈമറ്റാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ്. ഇവിടെ എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. മിലാനിൽ മാത്രം കുറച്ച് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വാറന്റീൻ ആക്കി, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആക്കി. ഇവിടെ വലിയ പ്രശ്നമില്ല, ചീവിത്തവെക്കയിൽ വലിയ പ്രശ്നമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഓക്കെ, എന്തായാലും നമ്മൾ ഇന്ന് ചെറിയ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോവുക അല്ലേ? അതെ, 2 ദിവസമായി വന്നിട്ട്. അതിനുശേഷം അടിപൊളി. നമ്മുടെ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഈ കുക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഓംപ്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് 1.5 മാസമായി. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടും, വാങ്ങിച്ച് നമുക്ക് ഇന്ന് ചെയ്യാമല്ലോ. അതെ, പൊളി മൂഡ്. ശരി, നമ്മളിന്ന് കൂടുതൽ വിശേഷങ്ങൾ കാണാം. അടിപൊളി വ്യൂ അല്ലേ മച്ചനെ? സിവിത്തവെച്ചയുടെ അടിപൊളി വ്യൂ. നല്ല ആംബിയൻസ്, നടക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. ചൂടുമില്ല, വലിയ ചൂടുമില്ല. അത് തന്നെ. താഴ്ത്തിറങ്ങിയിട്ടുണ്ടല്ലോ ആൾക്കാരൊക്കെ. മണ്ണാണെങ്കിൽ കറുത്താണല്ലോ ഇരിക്കുന്നത്. എവിടെ വീണെന്ന്? ക്വാറന്റൈൻ്റെ ഇടയ്ക്ക് എവിടെ വീണെന്നല്ലേ? ഹോട്ടലുകൾ ഇതൊക്കെ ഉണ്ടായിരുന്നായിരിക്കും അല്ലേ? തുറക്കാതിരിക്കാൻ വേണ്ടി ചെറിയ സ്റ്റോറുകളും ഇതൊക്കെ ആയിരുന്നായിരിക്കാം. സമയം എല്ലാം അടച്ചു കൂട്ടിയേക്കും കേട്ടോ. നവംബർ ഡിസംബർ ഒക്കെ ഇവിടെ ഇങ്ങനെ നിന്ന് തിരിയാൻ സമയം കിട്ടൂല. ഇവിടെയൊക്കെ റൊമാൻറ്റിക് പ്ലേസസും കൂടെ ഇല്ലേ? പിന്നെ ഈ വ്യൂ ഒക്കെ ഇല്ലേ, വ്യൂ ഒക്കെ സൂപ്പർ വ്യൂ ആണ്. എല്ലാം ഫുള്ളായിട്ട് പട്ടി പ്ലാസ്റ്റിക് ഒക്കെ ഇറക്കേണ്ടി പോകുന്നുണ്ട്. പോളിക്കല്ലല്ലേ, നാച്ചുറലാണ്. ചിലപ്പം ഇത് കൂടുമ്പോഴേ വേലിയേറ്റൊക്കെ വരുമ്പോഴേക്കും വെള്ളം അടിച്ച്. അതാണ് ഈ കല്ലുകളെല്ലാം നല്ല റൗണ്ട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് വെള്ളം തട്ടിയാണ് ഇതുപോലെ നല്ല തിന്നായിട്ട് വരുന്നത്. മിനുസമുണ്ടല്ലേ, നല്ല പോളിഷ്ഡ് ആവും. അതായത് സൈഡിൽ ഉരഞ്ഞും പിടിഞ്ഞും മുട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള. അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലാറ്റ് ആവുന്നത്. നല്ല ഫ്ലാറ്റ് കല്ലാണെങ്കിൽ ഒരു 7 പ്രാവശ്യം പോകും. മൂന്നര കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. അല്ലാതെ റൂമിൻ്റെ അകത്ത് 24 മണിക്കൂർ ഇതെന്ന് പറഞ്ഞു നമ്മുടെ മലയാളികൾക്കല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കുള്ള ഒരു കുഴപ്പം അതാണ്. നമ്മൾ
ഇതെന്തോ ഹോട്ടലായിരുന്നു? മക്കളുടെയും ഒക്കെ ഹോട്ടലാ? പക്ഷെ നമുക്ക് വേണ്ടി അവർ ഇത് ചെയ്യത്തില്ല. പക്ഷെ ഫോറിനേഴ്സ് കണ്ടിട്ടുണ്ടോ, അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അടിപൊളി. മീനൊക്കെ ഉണ്ട്, ചെറിയ മീനൊക്കെ ഉണ്ട്. പൊളി സാധനം ഞണ്ടല്ലേ? പിന്നെ അതിന്റെ മേളിലുണ്ട്, അതാണ്ട് അതിന്റെ അതായത് അതിന്റെ അതേ കളറായോണ്ടാണ് കല്ലിന്റെ കളർ, അതായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തല്ലേ? ശരി ശരി ശരി. കടൽപ്പായലും എല്ലാം ഉണ്ട്. എടുക്കാൻ പറ്റും കായൽ ഞണ്ടിന്. സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുവന്നല്ലേ? സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതെ അതെ അതെ, അടിപൊളി. ഇതാണ്ട് നാട് എപ്പോഴും കേട്ടോ. പതുക്കെ പുറകോട്ട് നടക്കുകയാണ്. അടിപൊളി വ്യൂ ആ, കണ്ടോ? ചെറിയൊരു ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കടലിന്റെ നടുക്കില് ചെറിയൊരു ഇതുപോലെ. ഒന്നും പറയണ്ട, പൊളി വ്യൂ. ചെറിയൊരു നങ്കൂരം ഉണ്ട്, അതിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഞണ്ടൊക്കെ ഇറങ്ങി ഓടുന്നു കേട്ടോ. നങ്കൂരം ജസ്റ്റ് വെച്ചേക്കുന്നുണ്ട്. ഇത് ഏത് കാലത്ത് വെച്ച നങ്കൂരാണെന്നൊന്നും ചോദിച്ചു കളയരുത്, എപ്പോഴത്താണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നല്ല സീനറി ഉണ്ട്. അയ്യോ എത്തിയല്ല, നമ്മൾ ശരിക്കും എത്തുന്നു. ഇവിടെയൊക്കെ വീണ് താഴത്തു ഇതാവും. എന്തായാലും പോളി വ്യൂ അല്ലേ? അതെ അതെ, സാധനം പറയാനില്ല. നല്ല നല്ല ആംബിയൻസ് ആണ്. ഞണ്ടിൻ്റെ തിരിപ്പുണ്ട്. കടൽ ഞണ്ട് കേട്ടോ. ആണോ? ആഹാ, പീച്ചാണോ? 1 പീച്ച്, 2 ഇത് അവിടെയൊക്കെ പീച്ചിൻ്റെ കായയുടെ കിടപ്പുണ്ട്. പഴുത്തിരിക്കുമോ ഇത്? ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ കടലിൻ്റെ സൈഡും അതുപോലെ തന്നെ പാറക്കെട്ടുകളും ബീച്ച് സൈഡൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. എന്തായാലും ഹോട്ടൽ സ്റ്റേ അല്ലേ, കുറച്ച് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്തുള്ള ഷോപ്പിംഗ് ഏരിയയിലേക്കൊക്കെ പതുക്കെ നടന്നു തുടങ്ങി. ഇവിടെ എല്ലാം ധാരാളം ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കടകളും അതുപോലെ ചെറിയ ഷോപ്പിംഗ് മാളുകളും കാരിഫോർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കാരിഫോറിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ലക്ഷ്യമാക്കി ഞങ്ങൾ ഇതിലെ പതിയെ മെയിൻ ഹൈവേയിലെ റോഡുകളിലൂടെ തന്നെ നടന്നു തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും മെയിനായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഫ്രഷ് എഗ്ഗ്, ഫ്രഷ് മിൽക്ക്, അതുപോലെ തന്നെ കുറച്ച് ഒനിയൻ, ടൊമാറ്റോസ് ഇവയൊക്കെ വാങ്ങാനായിരുന്നു. നമുക്ക് കുറച്ച് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി തിന്നാനായിരുന്നു പ്ലാൻ. അത് അധികം വൈകാതെ തന്നെ ഞങ്ങളൊരു ഷോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അടുത്ത് ജ്യൂസും സാധനമൊക്കെ ആവശ്യത്തിലേറെ ജ്യൂസുകളുണ്ട്. ടെട്രാ പാക്കും. ഓഹോ, അടിപൊളി വൈൻ സെലക്ഷൻ. വൈറ്റ് വൈനും റെഡ് വൈനും റോസും എല്ലാ തരത്തിലുള്ള വൈൻ്റെ ഉണ്ട്. ഇൻ്റർനാഷണൽ വൈൻസും ലോക്കൽ വൈൻസും എല്ലാം ഉണ്ട് കേട്ടോ.
ക്ലാംസ്, ഷ്രിംസ്, മസിൽസ് എല്ലാം എല്ലാം കിട്ടും. ഈസി ടു കുക്ക് അല്ലേ, റെഡി ടു കുക്ക് അല്ലേ? റെഡി ടു കുക്ക്. ഇതെല്ലാം ജസ്റ്റ് ഓയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഹാഫ് കുക്ക് ആയിരിക്കും, കുറച്ച് നമ്മളൊന്ന് ബ്ലാൻ ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, എല്ലാ തരത്തിലും കേട്ടോ. സ്ക്വിഡും അതുപോലെ എല്ലാം റെഡിയാണ് ഞങ്ങളല്ല. ഇതെല്ലാം 60% കുക്ക് ആയിരിക്കും. പിസ്സ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഐസ്ക്രീമിൻ്റെ സെലക്ഷനും എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ തൽക്കാലം ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി, കാരണം അവിടെ കമ്പാരിറ്റീവ്ലി മറ്റ് കാരിഫോറിൻ്റെ ഷോപ്പിനേക്കാളും വില കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് കാരിഫോറിൻ്റെ ഷോപ്പ് അടുത്ത് തന്നെയാണെന്ന് 2 മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസിൽ ഒരു കാരിഫോറിൻ്റെ ഷോപ്പുണ്ട്. ഇപ്പോൾ തന്നെ സമയം വൈകി തുടങ്ങി. സമയം ഏകദേശം 5:15 ആയതേ ഉള്ളൂ, പക്ഷെ നല്ലോണം ഇരുട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരിഫോറിൻ്റെ എക്സ്പ്രസ് സാന്റാ മാരിനയിലുള്ളൊരു പോർട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ കാരിഫോറിൽ കയറി കുറച്ച് സാധനം മേടിക്കാനുണ്ട്, പ്ലാൻ ചെയ്തേക്കണം എന്തായാലും. ഇവിടെ മനസ്സില ദൈവമേ, എൻട്രൻസിൽ തന്നെ മദ്യക്കുപ്പിയാണല്ലോ, വഴി തെറ്റിക്കുമെന്ന് തോന്നുന്ന ആൾക്കാരെല്ലാം. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. കർവേസിയർ, കുണിയാക്ക്, ശിവാശ്രീകൽ, ടലിസ്കർ, റെഡ് ലേബൽ, ജിംബി, ബെയിലീസ്, എല്ലാ സംഭവമുണ്ട്. എല്ലാം നിരനിരയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. പച്ചക്കറികളൊക്കെ ചുമ്മാ ഉണ്ടാക്കി കൂട്ടി വെച്ചേക്കാം. മഷ്റൂംസ്, അതൊക്കെ എന്തിനാ മഷ്റൂം കിട്ടുന്നത്? ഓ എൻ്റെ അമ്മ, ഓ എനിക്കങ്ങനെ കഴിക്കണമെന്ന് താല്പര്യമൊന്നുമില്ല. നമ്മളൊക്കെ എന്ത് കിട്ടിയാലും കഴിക്കും, ആ രീതിയിലുള്ള ആൾക്കാരാണ്. ഒഴുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മഷ്റൂമൊക്കെ കഴിച്ച്. കോഫിയുടെയൊക്കെ ഒരു ശേഖരമാണ് അച്ഛന്മാരെ. നമ്മളൊരു കേസ് മുട്ട എടുത്തു, 10 €1.49, അതായത് ഏകദേശം 120 രൂപ അല്ലേ? അതായത് 2 രൂപ വീതം. നാട്ടിലെ ഞാൻ ചുമ്മാ പറഞ്ഞത് കേട്ടോ. ശരി, ഗ്യാസ് വാട്ടറും ഗ്യാസ് ഇല്ലാത്ത വെള്ളവും എല്ലാം ഉണ്ട്. പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജാമുകൾ പലതരത്തിലുള്ള. ബീറുകളുടെയൊക്കെ വൻ ശേഖരമാണ് കേട്ടോ. ബീറുകൾ, വൈനുകൾ, ലിക്വർ എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നു. മീറ്റ് ഷോപ്പാണ് കേട്ടോ, മീറ്റ് ഷോപ്പ്. കാരിഫോർ ഷോപ്പിൻ്റെ ഒരു സൈഡിൽ തന്നെ ലേഡീസിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ആവശ്യമുള്ള ക്ലിനിക്കുകളും അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസും, ഷാംപൂ, ഷവർ ജെല്ല്, ബോഡി വാഷ്, ഐലൈനറുകൾ, മോയ്സ്ചറൈസറുകൾ, സാധനങ്ങൾ, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, ലേഡീസിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഒരു കോർണറിൽ തന്നെ, ഒരു ചെറിയൊരു കോർണറിൽ തന്നെ അടുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരിഫോറിൽ കയറി ഇറങ്ങിയപ്പോഴേക്കും ഏകദേശം സമയം 5:30 ആയപ്പോഴേ കയറി, 5:45 തിരിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല സൂപ്പർ ഇരുട്ടായി കേട്ടോ അല്ലേ? നമ്മുടെ യൂറോപ്യൻ വിന്റർ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. സമയം 5:50 ആയുള്ളൂ, എന്നാലും നല്ല ഇരുട്ടിയായിരുന്നു. മിലാനിൽ പോലും ഇപ്പോഴും ഒരു 6:30 വരെ ഇങ്ങനെ ഇരുട്ടത്തില്ല. ഇവിടെ ഇപ്പൊ 5 മണി ആയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടി. ചുറ്റും ഇരുട്ടെന്ന് പറഞ്ഞാൽ നല്ല ചീത്തവയ്ക്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താ അവസ്ഥ നോക്കി, യൂറോപ്യൻ വിന്റർ ടൈം ആയതുകൊണ്ടേ 1 മണിക്കൂർ കൂടുതലായതുകൊണ്ടാണ്. അതെ അതെ, ഇപ്പൊ ഇത് വന്നേക്കണേ പെട്ടെന്ന് ഇരുട്ട്. 5:45 ആയപ്പോഴേ ഇരുണ്ട് പോയിട്ട് ശരിക്കും രാത്രി ആയ പോലെ ഇപ്പൊ നല്ലോണം ഇരുട്ട്. അച്ഛന്മാരെ ഒരു കോപ്പും പറയാനില്ല, സത്യം പറയാലോ. സമയം ഇപ്പോൾ ഇവിടെ 5:50 ആയതുള്ളൂ. ഒരുമാതിരി 12 മണി രാത്രി മിഡ് നൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെയുള്ള റോട്ടിൽ കൂടെ പോകുമ്പോഴേക്കും. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വിന്റർ സ്റ്റാൻഡേർഡ് ടൈം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്. 1 മണിക്കൂർ മുമ്പോട്ടായി, അതിൻ്റെയാണ് ഈ എഫക്റ്റ്. നമ്മൾ മുട്ടയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓംലേറ്റ് ഒക്കെ അടിച്ച് ഇനി നല്ല രീതിയിൽ തിന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അത് തന്നെ, അതെ, ഒന്നും പറയണ്ട. അവസ്ഥയിൽ ഇത് എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ്, എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ യാത്ര കഴിഞ്ഞ് ഹോട്ടലിൽ ഒരു ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ 1.5 മാസമായി. ഓക്കെ, ഒന്നും മേടിക്കണ്ട. അതുകൊണ്ട് കുറച്ച് ഓംലെറ്റ്, കുറച്ച് നൂഡിൽസ്, ഇൻസ്റ്റന്റ് നൂഡിൽസ്, സവോള, തക്കാളിക്ക, ഒനിയൻ, ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. തട്ടുകടയിൽ ഓംലെറ്റ് എന്നാൽ നമുക്കൊരു വികാരമാണ്, അത് മറക്കരുത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഓംലെറ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പോവുകയാണ് റൂമിലേക്ക്. ഇനിയിപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഇത് കഴിച്ചിട്ട് ഇതിപ്പോൾ 1.5 മാസമായി ഓംലേറ്റ് കഴിച്ചിട്ട്. അതുകൊണ്ട് അവിടെ വെളിയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നേക്കാണ്. 10 മുട്ടയ്ക്ക് €1.5 ആണ്. അതുകൊണ്ട് നല്ല ലാഭത്തിൽ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യയിലെ കണക്കൊന്നും നോക്കരുത്. നേരത്തെ നമ്മുടെ സഹോദരനാണെങ്കിൽ ഇന്ത്യയിലെ കണക്ക് ₹160 എന്നൊക്കെ പറഞ്ഞ് അതൊന്നും നോക്കരുത് കേട്ടോ. വിശക്കുമ്പോൾ അതൊന്നും നോക്കിയേ ചെയ്യരുത് കേട്ടോ. എന്തായിരുന്നാലും വാങ്ങിച്ചോളാം. ഓക്കെ, സാധനം ദേ ഇവിടെ കുറച്ച് സവോളയും മുളകും എല്ലാം കൂടെ വഴറ്റി വെച്ചിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5-6 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതാ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വാദിഷ്ടമായ ചിക്കൻ കറി എന്ന് പറയണ പോലെ അല്ല പറയേണ്ടത്. സാധനം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. മുട്ടയും ഒരു 6 മുട്ടയും 8 മുട്ടയും അത്യാവശ്യം സാധനമെല്ലാം എടുത്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് മസാല, അതുപോലെ തന്നെ സവോള, മുളക് പൊടി എല്ലാം ഇങ്ങോട്ട് തകർത്തിങ്ങോട്ട് ഒഴിക്കുകയാണ്. ക്വാറന്റൈൻ ഡേ സ്പെഷ്യൽ. സാധനം നമ്മുടെ ഷെഫാണ്. ബാട്ടൻഡറാ എന്നെ ഗതികെട്ട പുലി പുല്ലും തിന്നു പറയുന്നത്. അതുകൊണ്ട് തക്കാലം ഫുഡ് അടിച്ച് എന്തൊക്കെ പറഞ്ഞാലും മലയാളിയെ തോൽപ്പിക്കാൻ പറ്റില്ല. എവിടെ പോയാലും ശരി പറ, ബാക്കി എന്താ പറയാനുള്ളത്? എവിടെ പോയാലും നമ്മള് രക്ഷപ്പെടും. സർവൈവ് ചെയ്യുന്നല്ലേ? അതെ, നമ്മൾ സർവൈവ് ചെയ്യാനുള്ള ഒരു കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പുല്ല് തിന്നാണല്ലോ അല്ലേ? എന്തായിരുന്നല്ലേ എവിടെ കൊണ്ടുപോയാലും ശരി മലയാളി കിടന്ന് രക്ഷപ്പെട്ടു. അതൊരു ഇതായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. നമ്മളെ മുട്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആംപ്ലേറ്റ് ഒക്കെ അടിക്കണമെങ്കിൽ പിന്നെ സമയം എടുക്കും. 3 കിടാങ്ങൾ വെച്ചെന്നിരിക്കുകയാണ്. അപ്പൊ ബെസ്റ്റ് കുറിച്ചാണ് നല്ലത്. ഇതാകുമ്പോൾ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. എന്തായാലും അളിയനുണ്ടാക്കിയ എഗ് ബുർജി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. പോളി സാധനം, ഒന്നും പറയാനില്ല. പോളി സാധനം മച്ചാമാരെ, അടിപൊളി സാധനം.